നമസ്കാരം. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് നൽകണം. മംഗളം ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതി ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് നമുക്ക് നാളുകളിൽ അറിയാൻ സാധിക്കും. കാരണം ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഒരു ഹണി ട്രാപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മംഗളത്തിന്റെ അന്നത്തെ ഡയറക്ടേഴ്സിനെതിരെയൊക്കെ കേസെടുക്കുകയും അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നു. ലൈംഗിക പീഡന ആരോപണങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം ലഘൂകരിച്ചുകൊണ്ട് അതിന് തീവ്രത കുറവാണ് എന്ന് പറയുന്ന CPM നിലപാടിനോട് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ സ്വീകരണ മുറിയിൽ നിന്ന് TV ഒക്കെ ബെഡ്റൂമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം അവിടെ കുട്ടികൾ ഒക്കെ ഉണ്ട്, അവരൊക്കെ ചില സമയങ്ങളിലൊക്കെ TV കാണും എന്നുള്ളത് കൊണ്ട് തന്നെ TVക്കകത്ത് വരുന്ന പല വാർത്തകളും അത് കുട്ടികൾക്ക് കേൾക്കാൻ കൊള്ളാത്ത തരത്തിലേക്കൊക്കെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഞാനിവിടെ പറയാൻ കാരണം വെച്ചാൽ ഓരോ ദിവസവും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ ശരിയും തെറ്റും അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തെളിയട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പക്ഷേ ഇതിനിടയിൽ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ, ചില മന്ത്രിമാരുടെ നിലപാടുകൾ ഒക്കെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഒരു സ്ത്രീ അവൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ പിന്നീട് അവരെ നമുക്ക് ശിക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഒരു സ്ത്രീ, അവൾ സിനിമാ നടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, ഒരാൾ വന്നു നിന്ന് ഒരു ആരോപണം പറയുമ്പോൾ അതിനെ പുച്ഛത്തോടെ സമീപിക്കുന്ന ഒരു രീതിയെ ശക്തമായി തന്നെ എതിർക്കേണ്ടതുണ്ട്. അതായത് ഈ CPMന്റെ PK ശശിക്കെതിരെ ആദ്യമായിട്ട് ആരോപണം, അതായത് സ്ത്രീ പീഡന പരാതി ഉയരുന്ന സമയത്താണ് ഈ CPM ഒരു കമ്മിറ്റിയെ നിയമിച്ചത് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അന്ന് അവർ കണ്ടെത്തിയ ഒരു മലയാള പദമാണ് ഈ ആ പീഡനത്തിൽ തീവ്രത കുറവാണ് എന്നുള്ളത്. അന്ന് മുതലാണ് ഒരു പീഡനം നടക്കുമ്പോൾ അതിൻ്റെ തീവ്രത അളക്കാൻ CPMനെ 2 പേരെ നിയമിക്കും എന്നൊക്കെ പറയുന്നത്. ഞാനിന്ന് ഇവിടെ ഈ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാ നടനും അതോടൊപ്പം തന്നെ കൊല്ലം MLAയുമായ മുകേഷിനെതിരെ 2 സ്ത്രീകളാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ടെസ് ജോസ് എന്ന കാസ്റ്റിംഗ് ഡയറക്ടർ, അവർ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അവർ 2018 തന്നെ മുകേഷിനെതിരെ ഈ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നതാണ്. TMC നേതാവായിട്ടുള്ള ഡെറിക് ഒബ്രിയാൻ്റെ കമ്പനിയിലാണ് അവർ ജോലി നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ള വസ്തുതയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം പിന്നീട് ഇന്നലെ ഒരു പ്രമുഖ സിനിമാ താരം, അദ്ദേഹം നിയമപരമായി നമുക്ക് ഇന്നു മുതൽ ആ ആളുടെ പേര് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഇരയായിട്ടുള്ള മറ്റൊരു സിനിമ നടി കൂടി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിൽക്കുന്നതൊന്നും പറയാൻ സാധിക്കത്തില്ലെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഈ മുകേഷിനെതിരെ വളരെ ഗൗരവകരമായ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെയൊക്കെ ലഘൂകരിക്കത്തക്ക രീതിയിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, അദ്ദേഹം NCP നേതാവ് കൂടിയാണ്, അദ്ദേഹം മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുകേഷിന് പിന്തുണ അറിയിച്ചുകൊണ്ടൊക്കെ ഇന്ന് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായി. കാരണം മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നും അതിലെ ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം രാജിവെച്ചാൽ മതി എന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ സുരേഷ് ഗോപിയും ഈ സമാനമായ ഒരു കാര്യം തന്നെ പറഞ്ഞിരുന്നു. കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നത്? അദ്ദേഹം പറഞ്ഞിരുന്നത് മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ല, കാരണം കോടതി പറഞ്ഞെങ്കിൽ മാത്രം മുകേഷ് രാജിവെച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് സുരേഷ് ഗോപി ഉള്ളത്. കാരണം ഈ സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത് വരും ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആരോപണങ്ങളൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതിലെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് നമുക്ക് നാളുകളിൽ അറിയാൻ സാധിക്കും. കാരണം ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ സമാനമായ ഒരു മനസ്ഥിതി ഉള്ള ഒരാളാണ് ഈ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് മംഗളം ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതി അത് ഒരു ഹണി ട്രാപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മംഗളത്തിന്റെ അന്നത്തെ ഡയറക്ടേഴ്സിനെതിരെയൊക്കെ കേസെടുക്കുകയും അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതവിടെ നിൽക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം,
അന്ന് AK ശശീന്ദ്രൻ എന്ന ഒരു മന്ത്രി, ഏകദേശം 65 വയസ്സുള്ള 70 വയസ്സുള്ള ഒരു മനുഷ്യൻ, അന്നത്തെ വയസ്സാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു പെൺകുട്ടിയോട്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഫോണിൽ വിളിച്ച് കിന്നരിച്ച് സ്വയംഭോഗം ചെയ്തുവെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ധാർമ്മികത എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. LDF ആയതുകൊണ്ട് മാത്രമാണ് AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇന്ന് മന്ത്രിയായിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായതും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഈ LDF അകത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ LDF അനുകൂല നിലപാടുള്ള ഏതെങ്കിലുമൊക്കെ സിനിമാ താരങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ, ലൈംഗിക പീഡന ആരോപണങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം ലഘൂകരിച്ചുകൊണ്ട് അതിന് തീവ്രത കുറവാണ് എന്ന് പറയുന്ന CPM നിലപാടിനോട് ശക്തമായ എതിർപ്പ് മലയാളികൾക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം CPM ഇങ്ങനെയൊന്നും ഒരിക്കലും ആകാൻ പാടില്ല. കാരണം സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ഒപ്പം ഉറച്ചു നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് CPM എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം AK ശശീന്ദ്രൻ്റെ ഈ പ്രസ്താവന LDF ഏൽപ്പിക്കുന്ന മുറിപ്പാട് ചെറുതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. LDF അനുകൂലിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ എല്ലാം മുകേഷ് സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാത്രമല്ല MLA സ്ഥാനത്ത് നിന്ന് വരെ മാറി നിൽക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച CPM അവഗണിക്കരുത്. കാരണം മുകേഷ് എന്ന ഒരു നടന് വേണ്ടി CPMൻ്റെ ആദർശങ്ങളെ ബലി കഴിക്കരുത് എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ AK ശശീന്ദ്രൻ ഇന്ന് അനവസരത്തിൽ വന്ന് മുകേഷിനെ പിന്തുണച്ചിരിക്കുന്നത് തികച്ചും എന്താ പറയുക, അത് ലജ്ജാവഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതുപോലൊരു സാഹചര്യത്തിൽ, കാരണം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇപ്പോൾ ഈ വന്ന് ഉന്നയിച്ചിരിക്കുന്ന ഇരകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഇരകളായി വന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നവർ ഭാഗത്ത് ശരിയില്ല എങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് നൽകണം. കാരണം ഇവരുടെ ആരോപണങ്ങൾ തെറ്റാണ് എങ്കിൽ ഇവർ ചെയ്തിരിക്കുന്നത് വലിയൊരു പാതകമാണ്. കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്കെല്ലാം കുടുംബമുണ്ട്, മക്കളുണ്ട്, അവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം അപ്പോഴും പരസ്യമായി പറയാതിരിക്കാൻ വയ്യ. കാരണം CPM അനുകൂലിക്കുന്നവർ നടത്തുന്ന പീഡനങ്ങൾ ഒക്കെ തീവ്രത കുറഞ്ഞതാണ് എന്ന ഒരു വാദവുമായി വന്ന് ഇതുപോലുള്ള AK ശശീന്ദ്രന്മാരും ഒക്കെ ഈ മറ്റ് പീഡന ആരോപണം നേരിടുന്ന ആളുകളെ പിന്തുണയ്ക്കാൻ വേണ്ടി വന്നാൽ അത് പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്ന LDF സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വീണ്ടും നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.